നമസ്കാരം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തത് വലിയൊരു വിവാദമായിരിക്കുകയാണ്. യാത്ര ചെയ്തത് ഹെലികോപ്റ്ററിലായതുകൊണ്ടല്ല, അതിൻ്റെ ഉദ്ദേശ്യം എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ളതാണ് വലിയ വിവാദങ്ങൾ ഉളവാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചിലർ പറയുന്നുണ്ട്, ആശുപത്രിയിലായിരുന്ന അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത്, അങ്ങനെ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നുള്ളതൊക്കെയാണ് വിവാദങ്ങളായിട്ട് കിംവദന്തികളായിട്ട് പരന്നുകൊണ്ടിരുന്നത്. ശരിയാണ്, ഇതിനെക്കുറിച്ച് സത്യം അറിയാത്തിടത്തോളം കാലം കിംവദന്തികൾ ഇങ്ങനെ ആകാശത്ത് പറന്നുകൊണ്ടേയിരിക്കും. റൂമേഴ്സ് വിൽ റൂൾ ദ റൂസ്റ്റ്. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. വളരെ സുതാര്യനെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി, ജനപ്രിയനെന്ന് നമ്മൾ കരുതിയിരുന്ന ഒരു മുഖ്യമന്ത്രി, ജനസമ്മതനെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം മാത്രമേ മതി എന്ന് പിടിവാശി പിടിച്ച് ഹൈക്കമാൻഡിനെ കീഴടക്കിയ മുസ്ലിം ലീഗ് പോലും പറഞ്ഞത് ജനസമ്മതനാണെന്നാണ്. ഈ ജനസമ്മതി എന്ന് പറയുന്നത് സുതാര്യതയിൽ നിന്ന്, എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അറിഞ്ഞു ചെയ്യുന്നതിൽ നിന്ന് വരുന്ന ഒന്നാണ്. എന്ന് മാത്രമല്ല, പഴയ കാലത്ത് ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി നടത്തിയിരുന്ന യാത്രകളെ അതിരൂക്ഷമായിട്ട് വിമർശിച്ച, കോൺഗ്രസിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കാത്ത ആളാണ് പൊടുന്നനെ ഹെലികോപ്റ്ററിൽ 2 തവണ യാത്ര ചെയ്തത്. ആദ്യം തവണ പോയപ്പോൾ മഴക്കാറ് കണ്ടുകൊണ്ട് തിരിച്ച് പേടിച്ച് കൊണ്ടുവന്ന് അവിടെ ഗോൾഫ് ലിങ്സ് എന്ന് പറയുന്ന കവടിയാറിലെ ആഡംബര ജീവിതം നടത്തുന്നവരുടെ വളരെ പോഷായിട്ടുള്ള ഗോൾഫും ഒക്കെ കളിക്കുന്ന ആൾക്കാരുടെ ഒരു മൈതാനിയായിട്ടുള്ള പ്രദേശം, അതാണ് ഈ ഗോൾഫ് ലിങ്സ് എന്ന് പറയുന്നത്. ആ പ്രദേശത്ത് കൊണ്ടുവന്ന് ഇടിച്ചിറക്കുകയാണ് ചെയ്തത്. വീണ്ടും കാലാവസ്ഥ മാനം തെളിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പോവുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. എങ്ങോട്ടാണ് പോയത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ദിക്കും മാധ്യമപ്രവർത്തകർക്കോ സഹപ്രവർത്തകർക്കോ കിട്ടിയില്ലെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലതരത്തിലുള്ള റൂമറുകൾ ആകാശത്ത് ഹെലികോപ്റ്ററിനെ പോലെ സഞ്ചരിച്ചുകൊണ്ട് തിരിച്ചു വന്നുകൊണ്ടുവരുന്നത്. അപ്പോൾ തിരിച്ചു വന്ന് പത്രക്കാരെ കണ്ടു, സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പോയത് എൻ്റെ അമ്മായിയപ്പനെ കാണാനോ മറ്റൊന്നിനും അല്ലെന്നില്ല, ഞാൻ പോയത് നിക്ഷേപക സംഗമത്തിനാണ്. ഈ നിക്ഷേപക സംഗമം എന്നൊക്കെ പറയുന്നത് ആരും അറിയാതെ നടത്തേണ്ട ഒരു കാര്യമാണോ എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും. അപ്പം ഏത് നിക്ഷേപകരെയാണ് കാണാൻ പോയതെന്ന് സ്വാഭാവികമായിട്ടും പത്രക്കാർ ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം ഉത്തരം പറഞ്ഞു, ഇനി അവരുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ അത് ഇല്ലാതാക്കണോ. അപ്പോൾ പത്രക്കാർ ചെയ്യുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള പ്രവൃത്തിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ എതിരായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടിയുടെ ജിഹുകളായിട്ടുള്ള മാധ്യമങ്ങൾ തീർച്ചയായിട്ടും അതിനെ ഒതുക്കാൻ വേണ്ടിയിട്ട്, അതിനെ തകർക്കാൻ വേണ്ടിയിട്ട്, പത്രസമ്മേളനത്തെ തന്നെ അലങ്കോലമാക്കാൻ വേണ്ടിയിട്ട് ഉടക്കു ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, മറ്റേത് പറഞ്ഞു, പ്രകോപിപ്പിച്ചിട്ട് എന്തെങ്കിലും വായിന്ന് വീണുപോയാൽ അത് വലിയൊരു സംഭവമാക്കിക്കൊണ്ട് അങ്ങനെ കലക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. ശരിയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതല്ല, സാധാരണക്കാരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിക്ഷേപകരാരായിരുന്നു അറിയാനുള്ള ആകാംക്ഷ. കേരളത്തിലേക്ക് നിക്ഷേപകർ വരുന്നത് ഒരു സന്തോഷ വാർത്തയല്ലേ, വിദേശത്തു നിന്നുള്ളതായാലും കൊള്ളാം. അങ്ങനൊന്നും സംഭവിക്കാറില്ല കാലങ്ങളായിട്ട്. അവരിങ്ങനെ പല മീറ്റിങ്ങുകളിലും അന്താരാഷ്ട്ര യോഗങ്ങളിലും പോകുന്നു, കേരളത്തിലേക്ക് വിളിച്ചു വരുത്തുന്നു, കേരള സഭ സംഘടിപ്പിക്കുന്നു, നടത്തുന്നുവെങ്കിലും ആരും ഇവിടെ നിക്ഷേപം നടത്താൻ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല, ഇവിടുന്ന് ആൾക്കാർ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളിലേക്ക് ആയിട്ട്. അവിടെ സുഖമായിട്ടും സുന്ദരമായിട്ടും ബിസിനസ്സും വ്യാപാരവും നടത്തുന്നുമുണ്ട്, വ്യവസായവും നടത്തുന്നുണ്ട്, ലാഭത്തിൽ തന്നെ നടക്കുന്നുമുണ്ട്. അവിടെ പോയി മലയാളികൾ ജോലി ചെയ്യേണ്ടി വരുന്ന ഗതികേടാണുള്ളത്. അതവിടെ നിൽക്കട്ടെ. നമ്മളിതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം ആലോചിച്ച, ഇതാദ്യമായിട്ടല്ല ഇങ്ങനെയുള്ള ഫ്ലൈറ്റുകൾ നടക്കുന്നത്. കരുണാകരൻ്റെ കാലത്ത് പലതവണ ഇങ്ങനെ മുംബൈയിലേക്ക് യാത്രകൾ നടന്നിരുന്നു. പിച്ച ബഷീർ എന്ന് പറയുന്ന ഒരാളിൻ്റെ കൂട്ടുകെട്ടുകൊണ്ടിൻ്റെ ഫലമായിട്ടുണ്ടായ യാത്രകളാണ് മുംബൈയിലേക്കെന്ന് ശ്രീ കെ കരുണാകരൻ തന്നെ പത്രസമ്മേളനങ്ങളിൽ ഒരിക്കലും അതിൻ്റെ കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആരോപണം അക്കാലത്ത് ഉണ്ടായിരുന്നു ചരിത്രം. ഇനി വി ഡി സതീശൻ ഇതുപോലുള്ള ദുരൂഹമായ യാത്രകൾ നടത്തുന്നതും ഇതാദ്യമായിട്ടല്ല. അതായത് അദ്ദേഹം ഇതിനേക്കാൾ ചെലവ് കൂടിയ ഈ ഹെലികോപ്റ്ററിൻ്റെ വാടക നമുക്കറിയാം, കൃത്യമായിട്ടുള്ള വാടക
അത് കൊടുത്തിരിക്കണം. അതിനനുസരിച്ചുള്ള യാത്രകൾ നമുക്ക് പോവുകയും ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യാത്രകൾ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. നമുക്കത് മുഖവിലയ്ക്ക് എടുത്താൽ തന്നെ, വാദത്തിന് സമ്മതിച്ചാൽ തന്നെ, ഇതേ മനുഷ്യൻ തന്നെ, ഇതേ മുഖ്യമന്ത്രി തന്നെ ഏതാണ്ട് 25 ലക്ഷം രൂപയുടെ ഫ്ലൈറ്റിൽ, അതായത് നമ്മുടെ സാധാരണഗതിയിലുള്ള നമ്മൾ കേട്ടിട്ടുള്ള ഫ്ലൈറ്റുകളൊന്നുമല്ല, എയർ ഇന്ത്യയോ അല്ലെങ്കിൽ ഇൻഡിഗോയോ ഒന്നുമല്ല, അതിലൊക്കെ കേമനായിട്ടുള്ളൊരു ഫ്ലൈറ്റ്, ചാർട്ടേഡ് ആയിട്ടുള്ള ഫ്ലൈറ്റിൽ, സാഫ്രോൺ സ്ട്രോക്ക് എന്നാണ് പറയുന്നത്, ആ ഒരു ഫ്ലൈറ്റിൽ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിന് വെളിയിലേക്കാണ് പോയത്, മംഗലാപുരത്തേക്കാണ്. പക്ഷേ അദ്ദേഹം അതിന് പറഞ്ഞത് താന് പോയത് മറ്റൊന്നിനുമല്ല, ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയാണ് പോയത് എന്നാണ് പറയുന്നത്. അവിടെയും നമുക്ക് ശരിയായിട്ടുള്ള ബോധ്യം വന്നിട്ടില്ല. പക്ഷേ തെളിയുന്നത് അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ആളിനെ കാണാൻ വേണ്ടിയായിരുന്നു യാത്ര. ആ യാത്രയിൽ അദ്ദേഹം പോയി കണ്ടത് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോണിൻ്റെ ഡയറക്ടറും സിഇഒയുമായിട്ടുള്ള അശ്വിനി ഗുപ്തയെ ആണെന്ന് പറയുന്നു. അതല്ല, ആ ഗ്രൂപ്പിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കിഷോർ ആര്യ എന്നയാളിനെയാണ് കണ്ടതെന്ന് പറയുന്നു. ഈ കാര്യം പക്ഷേ വി.ഡി. സതീശൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു രഹസ്യമായിട്ടുള്ള യോഗമായിരുന്നു അവിടെ നടന്നിരുന്നത് എന്നും പറയുന്നു. അപ്പോൾ അദാനിയെയാണ് കണ്ടിട്ടുള്ളത് എങ്കിൽ അത് പറയാതിരിക്കുന്നതിൻ്റെ കാര്യം നമുക്കറിയാം, മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അദാനിയെ നമ്മൾ അവിടെ സംശയിക്കുന്നത്. ആ സംശയം ബലപ്പെട്ട് തന്നെ നിൽക്കുന്നുണ്ട് അവിടെ. എന്തുകൊണ്ടെന്നാൽ അദാനി എന്നുള്ള പേര് കേരളത്തിൽ വലിയ ചതുർത്ഥിയാണ്. മുസ്ലിം ലീഗിന് തീരെ ഇഷ്ടമില്ലാത്ത പേരാണത്. കാരണം ഈ അദാനി ഗ്രൂപ്പിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് അടുപ്പമുണ്ട്. അദാനി ഇങ്ങനെ വളർന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പ്രത്യുത്പന്നമതിത്വം കൊണ്ടോ സംരംഭകത്വ ബുദ്ധി കൊണ്ടോ അല്ല, മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദാനിക്ക് നൽകുന്ന സൗജന്യങ്ങൾ കൊണ്ടാണെന്ന് CPM-ഉം അതുപോലെ മുസ്ലിം ലീഗ് പ്രത്യേകിച്ചും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയം ഉണ്ടല്ലോ, വർഗീയ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെയും ഫലമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ ആ മുസ്ലിം ലീഗിൻ്റെ അപ്രീതിക്ക് പാത്രമാവുമോ എന്ന് വെച്ചാണ് അദ്ദേഹം ഈ കാര്യം വെളിപ്പെടുത്താതിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ സത്യം അദ്ദേഹം തന്നെ മുഖത്ത് തന്നെ പുറത്തു വരാതിരിക്കുന്നിടത്തോളം കാലം ക്ലിയറായിട്ട് സംശയിക്കേണ്ടത്. ഈ ക്ലിയറായിട്ട് സംശയിക്കാനായിട്ട് വേറെയും കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കന്നി ബജറ്റിൽ ധനകാര്യമന്ത്രി കൂടിയായ വി.ഡി. സതീശൻ കേരളത്തിനായിട്ടൊരു പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിനായിട്ട് 400 കോടി രൂപ അടങ്കലും വെച്ചിരുന്നു. ആ പദ്ധതിയുടെ പേരാണ് വിഷൻ സമുദ്ര. ഈ വിഷൻ സമുദ്രയിൽ കേരളം അടങ്കലായി വെച്ച ഈ 400 കോടി രൂപ എന്ന് പറയുന്നത് കടലിൽ കായം കലക്കുന്നത് പോലെ ഒന്നുമല്ല. ഈ തുറമുഖ പദ്ധതി എന്ന് പറഞ്ഞാൽ എല്ലാ തുറമുഖങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് കാർഗോ നീക്കം നടക്കുക, അതുപോലെ തന്നെ കരയിലേക്കുള്ള ഗതാഗതം നടത്തുക എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൻ്റെ 600 കിലോമീറ്റർ കടൽ തീരം തുറമുഖ സമ്പന്നമാക്കി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം. നല്ല കാര്യം തന്നെ. പക്ഷേ തുട്ടു വേണം. തുട്ടു കിട്ടണമെങ്കിൽ ഇന്ത്യയിലെ വേറൊരു നിക്ഷേപകനും സമ്മതിക്കുകയില്ല. അതിനും അദാനി ഗ്രൂപ്പ് തന്നെ വേണം. പുറത്തുനിന്ന് ആരും വരില്ല. പുറത്തുനിന്ന് വരികയാണെങ്കിൽ ചൈന വരും. ചൈന വന്നാൽ അതിന് കേന്ദ്ര ഗവൺമെൻറ് പച്ചക്കൊടി കാണിക്കുകയില്ല, ചെങ്കൊടിയേ കാണിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം കൊച്ചിയിലേക്ക് പറക്കാൻ ഇടയായത് എന്ന് കരുതണം. കാരണം കൊച്ചിയിൽ വരുന്നതും പോകുന്നതും എല്ലാം അദാനി ഗ്രൂപ്പുകാർ തന്നെയാണ്. അടുത്തിടെയും വന്നിരുന്നു അദാനി ഗ്രൂപ്പ്. ആ സമയത്താണ് ഇദ്ദേഹത്തെ വിളിച്ചത്. അദാനി അല്ലാതെ മറ്റൊരു ശക്തിക്കും സതീശനെ വിളിച്ചു വരുത്താനുള്ള ശക്തിയില്ല. വേറെ ആരാണെങ്കിൽ എൻ്റെ ഓഫീസിൽ വന്ന് കാണൂ എന്നേ പറയൂ. അദാനിയുടെ അടുത്ത് നടക്കില്ല. കാരണം ഇപ്പോൾ സതീശൻ്റെ കഴുത്ത് അദാനിയുടെ കക്ഷത്തിലിരിക്കുകയാണ്, വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യം കൊണ്ട് തന്നെ. അതാണ് സ്ഥിതി. ഇവിടെ ആരാണ് വന്നിരുന്നതെന്ന് ചോദിച്ചാൽ, എന്തിനാണ് കൊച്ചിയിൽ എപ്പോഴും അവർ വരുന്നതെന്ന് ചോദിച്ചാൽ അതിന് കാര്യമുണ്ട്. അതായത് 2025 ഓഗസ്റ്റിൽ അവരുടെ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്.
അതായത് ലോജിസ്റ്റിക്സ് പാർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം കൊച്ചിയിൽ അവർ തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് അവരുടെ പ്രധാനപ്പെട്ട ആള് വന്നും പോയി ഇരിക്കുന്നുണ്ട്. അത് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്ന് പറയുന്ന അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്ന് പറയുന്ന അതിൻ്റെ ഗ്രൂപ്പ്. അവർക്ക് പലതരത്തിലുള്ള കമ്പനികൾ സ്വന്തമായിട്ടുണ്ട്. അതിലൊന്ന് ഗ്രൂപ്പാണ് ഞാൻ ഈ പറഞ്ഞത്. അതിൻ്റെ ഡയറക്ടറും CEO ആയിട്ടുള്ള അശ്വനി ഗുപ്ത വന്നിരുന്നു. അദ്ദേഹമാണ് കല്ലിടിയിൽ കർമ്മം ആണ് നേരത്തെ 2025 ഓഗസ്റ്റിൽ നടത്തിയിരുന്നത്. അതിൻ്റെ തുടർ ഫോളോ അപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ സമയത്ത് സതീശൻ പോയ സമയത്ത് വീണ്ടും എറണാകുളം സന്ദർശിച്ചിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം വരും പോവും ഫ്ലൈറ്റ്. കാരണം ലോകമെമ്പാടുമുള്ള അവരുടെ സംരംഭങ്ങളുടെ നോട്ട ചുമതലയുള്ള ആളാണ്. വലിയൊരു സാമ്പത്തിക ശേഷിയുള്ള സ്ഥാപനത്തിൻ്റെ വലിയ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥനാണ്. തിരിച്ചു പോയേ പറ്റൂ. അദ്ദേഹം വളരെ തിരക്കാണ്. അതുകൊണ്ടാണ് തിരക്കിട്ട് 2 തവണ ഫ്ലൈറ്റിൽ പോയിട്ട് അദ്ദേഹം കണ്ടത്. ഇതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് പറഞ്ഞാൽ എന്താണോ അത് കുളമായി തീരുന്ന ആ പേര് ഞാൻ പറയുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് സതീശനെ നയിച്ചത്. കാരണം വേറെ ആരും ഇതുപോലെ പശവം പക്ഷിയായിട്ടില്ല. വ്യവസായികൾക്കിടയിൽ വേറെ ആര് വന്നാലും ഓക്കെയാണ് കേരളത്തിന്. പക്ഷേ അദാനിയുടെ പേര് പറഞ്ഞാൽ അവിടെ കുഴപ്പമോ? ഇപ്പം തന്നെ അദാനിയെക്കുറിച്ച് ഒരുപാട് ബഹളം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതായത് MSC എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് വിഴിഞ്ഞം വിറ്റു അദാനി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നിയമപരമായിട്ടുള്ള രീതിയിൽ അത് ചെയ്യാൻ പറ്റൂ. അതങ്ങനെ തന്നെ പ്രൊസീഡ് ചെയ്യുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. എന്താണെന്ന് പറഞ്ഞിരുന്നത്? വിഴിഞ്ഞം തുറമുഖം വെറും വേസ്റ്റാണ്. അവിടെ കൊളംബോയി തുറമുഖമുണ്ട്, അവിടെ ദുബായ് തുറമുഖമുണ്ട്, ഇനി മുംബൈയിലുണ്ട്. അതിനിടയ്ക്ക് ഇതെന്തിനാ ഇങ്ങനൊരു തുറമുഖം? ഇപ്പം കണ്ടല്ലോ അദാനി അതിനെ എങ്ങനെ ലാഭകരമാക്കി ഏറ്റവും ലോകത്തിലെ നമ്പർ 1 ആക്കി മാറ്റിയെന്ന്. അതാണ് സംരംഭകത്വ ശേഷി. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും കാര്യമില്ല. അദ്ദേഹത്തിന് പല സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിക്കുന്ന, തൃണമൂൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തെ അതുകൊണ്ടും ചുവന്ന പരവതാനി വിരിച്ചു സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ആ സംസ്ഥാനങ്ങളുടെ ഗതി മെച്ചപ്പെടും, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ആ ഒരു ഐഡിയയാണ്. അത് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സതീശൻ്റെ ഈ പൊതുജനസമ്മതി എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അത് വെളിപ്പെടുത്താതിരുന്നതെന്നാണ് വ്യക്തമായിട്ടുള്ള സന്ദേശം നമുക്ക് ലഭിക്കുന്നത്. അതാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നല്ല കാര്യമായിട്ടും പറയാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയിലാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് നമുക്ക് ഊഹിക്കേണ്ടി വരും.